ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു റെസിപ്പി വീഡിയോ ആണ് കേട്ടോ. ഇപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു പെർഫെക്റ്റ് ബ്രെഡ് ഡോൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പം അതെങ്ങനെയാണ്, അപ്പോൾ ഇതൊരു 100% പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഡോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അപ്പം അത് ഇളം ചൂടുള്ള പാലാട്ടോ എടുത്തിട്ടുള്ളത്. അപ്പം അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ടിട്ടൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഈ ബട്ടർ ഒന്ന് മെൽറ്റായി വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് അതിന് വേണ്ട മൈദ ഒന്ന് അളന്ന് എടുക്കാം. അപ്പം ഞാനൊരു 3.5 കപ്പ് മൈദയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് മെഷർ ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഇതാ ബട്ടറൊക്കെ ഒന്ന് മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. ഇനി അതിലേക്ക് 2.25 ടീസ്പൂൺ ലെവൽഡായിട്ട് ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 3.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. എന്നിട്ട് നമ്മൾ അളന്ന് വെച്ചിട്ടുള്ള മാവിലേക്ക് ഇത് കുറേശ്ശെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈസ്റ്റ് 2 ടൈപ്പ് വരുന്നുണ്ട്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും വരുന്നുണ്ട്, ഡ്രൈ ആക്റ്റീവ് ഈസ്റ്റും വരുന്നുണ്ട്. ഈ ഡ്രൈ ആക്റ്റീവ് ഈസ്റ്റ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇളം ചൂടുള്ള പാലിൽ നമ്മളെ മെഷർമെൻറ്റിനുള്ള ഈസ്റ്റും കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് അത് ഫെർമെൻ്റ് ആവാൻ വേണ്ടിയിട്ട് വെക്കണം. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആകുമ്പോൾ നമുക്ക് ഡയറക്റ്റ് തന്നെ മാവിലേക്ക് ഇട്ടിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അത് മാത്രമല്ല ഇൻസ്റ്റൻറ്റ് ഈസ്റ്റിന് ആ ഈസ്റ്റിൻ്റെ ഒരു ബാഡ് സ്മെല്ലും കുറവായിരിക്കും കേട്ടോ. അപ്പം ഞാൻ എപ്പോഴും ഇതുപോലെ ബേക്കിങ്ങിനും കാര്യത്തിനൊക്കെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് യൂസ് ചെയ്യാറ്. അത് നമ്മൾ ഈസ്റ്റ് വാങ്ങിക്കുന്ന സമയത്ത് ആ പാക്കറ്റിൻ്റെ ബാക്കിൽ നോക്കിയാൽ മതി. അപ്പോൾ അതിന്മേൽ എഴുതിയിട്ടുണ്ടാവും ഡയറക്റ്റ് പൊടിയിലേക്ക് ഇട്ട് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ നോക്കി വാങ്ങിച്ചാൽ മതി കേട്ടോ. ഇതുപോലെ നമുക്ക് മാവ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മാവ് മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് തോന്നും ഇതിൽ നല്ല വെള്ളം കൂടുതലുണ്ടെന്ന്. പക്ഷേ വെള്ളം കൂടുതലല്ല, ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി അങ്ങനെ തന്നെയാണ്. ഇങ്ങനെ ഒരു ഒട്ടി പിടിച്ചിട്ടുള്ള ആ ഒരു ലൂസിലാട്ടോ ഇതുണ്ടാവുക. പിന്നെ അത് നമ്മൾ നല്ലപോലെ ഒരു 10-15 മിനിറ്റ് നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ നമ്മളിതിങ്ങനെ കുഴച്ചെടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതിങ്ങനെ ഒന്നിങ്ങനെ കയ്യിൽ നിന്നൊക്കെയുള്ള ആ സ്റ്റിക്കിനെസ്സൊക്കെ കുറഞ്ഞ് ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അത്രയും സമയം നമ്മളിതിനെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ബൗളിൽ വെച്ച് കുഴക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ സ്ലാബിൻ്റെ മുകളിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി കേട്ടോ. അപ്പം നമ്മളെ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കുമ്പോൾ നമ്മളെ കയ്യിലൊരു കത്തി വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പൂണിൻ്റെ ആ ഒരു ഷാർപ്പുള്ള ഭാഗം വെച്ചിട്ടോ അതിങ്ങ് വടിച്ചെടുത്തിട്ട് പിന്നെയും കുഴച്ചെടുക്കുക. അപ്പോൾ വല്ലാണ്ട് കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കൂല കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് പാത്രത്തിൽ കുറച്ച് എണ്ണ തടവിയിട്ട് നമുക്കൊരു 2 മണിക്കൂർ നല്ലപോലെ കവർ ചെയ്തിട്ട് പൊങ്ങാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. അപ്പം നമ്മൾ ഈ മാവ് പാത്രത്തിലേക്ക് ഇടുമ്പോൾ മാവിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് എണ്ണ ആക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ട് പിന്നെ നനഞ്ഞൊരു ക്ലോത്ത് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഫിലിം വെച്ചിട്ടോ അല്ലെങ്കിൽ നല്ല ടൈറ്റായിട്ടുള്ളൊരു മൂടി വെച്ചിട്ടോ ഒന്ന് പാത്രം ഒന്ന് അടച്ചു കൊടുക്കണം. പിന്നെ 2 മണിക്കൂർ ഇളക്കാതെ മാറ്റി വയ്ക്കുക. അപ്പോൾ 2 മണിക്കൂർ ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് പൊങ്ങി വരും. എന്നാലും നമ്മൾ കുറച്ച് ചൂടൊക്കെ ഉള്ള സ്ഥലത്താണെങ്കിൽ ഒരു 1.5 മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്ക് പൊങ്ങി വരും കേട്ടോ. അപ്പോൾ നമ്മൾ നോക്കുക, നമ്മൾ വെച്ചിട്ടുള്ള ആ ഒരു അളവ് നോക്കിയിട്ട് അതിൻ്റെ ഡബിൾ സൈസ് ആയിക്കണമെങ്കിൽ മാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ആ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് കൈ ഇങ്ങനെ ചുരുട്ടി പിടിച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. അപ്പം അതിന് പഞ്ച് ഡൗൺ എന്നാണ് കേട്ടോ പറയാം. അങ്ങനെ പഞ്ച് ഡൗൺ ചെയ്തെടുക്കാം. ഇത് നമ്മുടെ സ്ലാബിൻ്റെ ടോപ്പിലിട്ടിട്ട് നമുക്കിതിനൊന്ന് സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുക്കണം.
അതിനകത്തുള്ള ആ എയറൊക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ഒന്ന് കുഴച്ചെടുക്കുന്നത്. ഇനി നമുക്ക് ഈ മാവ് വെച്ചിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും റെഡിയാക്കി എടുക്കാം. ബ്രെഡ് വേണമെങ്കിൽ ബ്രെഡ് റെഡിയാക്കി എടുക്കാം, റോൾസുകൾ വേണമെങ്കിൽ റോൾസ് റെഡിയാക്കി എടുക്കാം, പിന്നെ ക്രോയിസൻ്റ് വേണമെങ്കിൽ അത് ചെയ്തെടുക്കാം, പിസ്സ വേണമെങ്കിൽ അത് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അത് ഇനി ഓരോന്നും ബ്രെഡ് ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി, അതുപോലെ തന്നെ റോൾസ് ഉണ്ടാക്കുന്ന റെസിപ്പി, അങ്ങനെ ഓരോന്നിൻ്റെ റെസിപ്പി ഞാനിനി ഇൻഷാല്ല സെപ്പറേറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യണ്ടേ. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായതാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം നിങ്ങളിതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ആ കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അതും കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ. അത് പ്രസ് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻ വരും. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോഴാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് മുടങ്ങാതെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് വീണ്ടും ഒരു റെസിപ്പി വീഡിയോയുമായിട്ടോ അല്ലെങ്കിൽ ഒരു വ്ളോഗുമായിട്ടോ വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ, അസ്സലാമു അലൈക്കും.